ഇറാൻ-ഇസ്രായേൽ സംഘർഷം ഇന്ത്യയെ തൊട്ടു തുടങ്ങിയിരിക്കുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായിരിക്കുന്നതോടെ അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണവില വീണ്ടും കുതിച്ചുയരുകയാണ്. 20 വെള്ളിയാഴ്ച വീപ്പയ്ക്ക് $77.01 ആയിരുന്നത് 23 തിങ്കളാഴ്ചയായതോടെ 5% വർദ്ധിച്ച് 81.40 പിന്നീട് $77 നിലവാരത്തിലേക്ക് താഴ്ന്നെങ്കിലും ഇനിയും ഉയരുമെന്ന് തന്നെയാണ് സൂചനകൾ. അമേരിക്ക ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചതോടെ എണ്ണ ഗതാഗതത്തിനുള്ള ലോകത്തെ ഏറ്റവും പ്രധാന ജലപാതയായ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കാൻ ഇറാൻ തീരുമാനിച്ചാൽ ഇത് ആഘാതം കൂട്ടുക തന്നെ ചെയ്യും. ഇസ്രായേലിന്റെ ആദ്യ ആക്രമണം വന്ന ജൂൺ 13-ന് ബാരലിന് 6% ബ്രെന്റ് ക്രൂഡ് വില വർദ്ധിച്ചത്. ബാരലിന് $64-65 ഉണ്ടായിരുന്ന ക്രൂഡ് ഓയിൽ വില $75 പിന്നീട് കുതിച്ചത്. ആഗോള എണ്ണ ഉൽപാദനത്തിന്റെ 1/3 ഗൾഫ് രാജ്യങ്ങളെ അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്ന പാതയാണ് ഹോർമുസ് കടലിടുക്ക്. എണ്ണ കൈമാറ്റത്തിന്റെ 1/6 LPG കൈമാറ്റത്തിന്റെ 1/3 നടക്കുന്നത് ഈ പാതയിലൂടെയാണ്. ഇറാൻ 40 ലക്ഷം ബാരൽ എണ്ണയാണ് ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുന്നത്. 20 ലക്ഷം ബാരലധികം കയറ്റി അയക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക പാടമായ സൗത്ത് പാസിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതോടെ ഇറാൻ ഉൽപാദനം ഭാഗികമായി നിർത്തിയിരുന്നു. ദിവസം 1.2 കോടി ക്യൂബിക് മീറ്റർ പ്രകൃതിവാതക ഉൽപാദനമാണ് ഇതോടെ നിലച്ചത്. യുദ്ധം കനക്കുന്നതോടെ ഇറാനിൽ നിന്നുള്ള എണ്ണവാതക വിതരണം പൂർണ്ണമായും നിലയ്ക്കുമെന്ന ഭീഷണിക്കിടെയാണ് ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുമെന്ന പ്രഖ്യാപനവും. ഇസ്രായേൽ ഇറാനിൽ കടന്നാക്രമണം നടത്തുന്നതിന് മുമ്പുള്ള ആഴ്ച $69 ആയിരുന്ന എണ്ണവില ആക്രമണശേഷം $69 നിന്ന് 13% ഒറ്റയടിക്കാണ് വർദ്ധിച്ചത്. ഇടയ്ക്ക് വെടിനിർത്തൽ സാധ്യത രൂപപ്പെട്ടതോടെ അല്പം താഴ്ന്നെങ്കിലും സാധ്യത മങ്ങിയോടെ വീണ്ടും വില ഉയരുകയാണ്. യുദ്ധം കനത്താൽ വില ഇനിയും കുതിക്കുമെന്നും $100-120 എത്തുമെന്നുമാണ് വിലയിരുത്തലുകൾ ഉള്ളത്. ഗൾഫ് മേഖലകളിലെ എണ്ണ കേന്ദ്രങ്ങളും ഹോർമുസ് കടലിടുക്കും അടച്ചാൽ ക്രൂഡ് ഓയിൽ വില $100 കടക്കുമെന്നത് ഉറപ്പാണ്. ആവശ്യമായ എണ്ണയുടെ 85% ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യക്ക് എണ്ണവില ഉയരുന്നതിന് മുകളിൽ എല്ലാ സാധനങ്ങളുടെയും വില വർദ്ധിക്കുകയും എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഇല്ലാതാവുകയും ചെയ്യും. എണ്ണ വിതരണത്തിന്റെ സുപ്രധാന പാതയായ ഇടുങ്ങിയ സ്ഥലത്ത് 33 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഹോർമുസ് കടലിടുക്കു തന്നെയാണ് ഇറാന്റെ തുറപ്പുചീട്ട്. ഇരു രാജ്യങ്ങളും സംഘർഷം ആരംഭിച്ചതിന് പിന്നാലെ ഇറാൻ ന്യൂസ് ഏജൻസിയെ ഉദ്ധരിച്ച് ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്നത് പരിഗണിക്കുന്നുവെന്ന വാർത്തയുണ്ടായിരുന്നു. ഇസ്ലാമിക് റെവല്യൂഷൻ ഗാർഡ് കോപ്പ് സീനിയർ കമാൻഡറും പാർലമെന്റ് അംഗവുമായ സർദർ ഇസ്മായിൽ കൗസറി ഇക്കാര്യം പരിഗണനയിലാണെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ ഇത് ഭീഷണി മാത്രമായി തുടരാനാണ് സാധ്യതയെന്നാണ് വിദഗ്ധരുടെ അനുമാനം. ഇറാനിൽ നിന്ന് ഏറ്റവും അധികം എണ്ണ വാങ്ങുന്നത് ചൈനയാണ്. ഹോർമുസ് കടലിടുക്ക് അടച്ചാൽ ഇറാൻ ചൈന എണ്ണ നീക്കം തടസ്സപ്പെടും. ഇത് ഇറാനെയും സാമ്പത്തികമായി ബാധിക്കും. ഇതിനൊപ്പം അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദവും ഇറാന് മേലുണ്ടാകും. അതിനാൽ ഇത്തരമൊരു നീക്കത്തിന് ഇറാൻ മുതിരില്ല എന്നാണ് സൂചന. നേരത്തെയും ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുമെന്ന് ഇറാൻ ഭീഷണിപ്പെടുത്തിയെങ്കിലും നടന്നിരുന്നില്ല.